PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ കുറിച്ചിട്ടാണ്. കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 1.18%. അതായത് മൊത്തത്തിൽ ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ 1.18% കേരളം. കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ 38,863 ചതുരശ്ര കിലോമീറ്റർ എന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര മൈൽ എന്ന് ചോദിച്ചാൽ അത് 15,005 ചതുരശ്ര മൈലാണ് അല്ലേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിശേഷാൽ പതിപ്പിലെ വിവരങ്ങളാണ്. PSC തന്നെ ഇറക്കിയിട്ടുള്ളതാണ്. ചില പോയിന്റുകളൊക്കെ പഠിക്കുമ്പോൾ PSC ബുള്ളറ്റിനിലെ പോയിന്റുകൾ പഠിക്കുമ്പോൾ നമുക്ക് ഒറിജിനൽ വേറെ ആയിട്ട് നമുക്ക് തോന്നും. ചില പോയിന്റുകൾ ഇതല്ലല്ലോ എന്ന് തോന്നും. അത് നമ്മൾ സ്കൂൾ ടെക്സ്റ്റിലൊക്കെ അങ്ങനെ വ്യത്യാസപ്പെടുത്തിയും കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും PSC ഇങ്ങനൊരു പുസ്തകം ഇറക്കി അതിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞാനത് വായിച്ചു പോകുന്നേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ള പുസ്തകത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അത് വായിച്ചു പോകുന്നേ ഉള്ളൂ. നിങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് പരിഹരിച്ചു പോകാം. അപ്പോൾ അതിൻ്റെ റെഫറൻസ് എവിടെയെങ്കിലും സ്കൂൾ ടെക്സ്റ്റിലുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ നമുക്ക് അതെടുത്ത് ക്ലിയർ ചെയ്ത് നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത് ആ വിശേഷാൽ പതിപ്പിലെ വിവരങ്ങളാണ്. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് അല്ലെ. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകത്തിൻ്റെ ഉപജ്ഞാതാവ് വാൾട്ടർ മെൻഡസ് ആണ് അല്ലെ. ഇത് പുതിയൊരു അറിവാണല്ലേ. വാൾട്ടർ മെൻഡസ് ആണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകത്തിൻ്റെ ഉപജ്ഞാതാവ്. കേരളത്തിൽ ഏതു ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്? അത് തീരപ്രദേശമാണ്. നമുക്കറിയാം 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറയുന്നത്. മലനാട് എന്ന് പറയുന്നത് ഹൈ റേഞ്ച് ആണ് അല്ലേ. ഇടുക്കി പോലുള്ള സ്ഥലങ്ങൾ, ഇടുക്കി, വയനാട് അതൊക്കെ ഹൈ റേഞ്ച് ആണ്. പിന്നെ ഇടനാടുണ്ട്. ഇടനാട് അവിടെ നിന്നും കുറച്ച് കുറച്ച് നമ്മുടെ പടിഞ്ഞോട്ട് വരുമ്പോൾ ഏറ്റവും കിഴക്ക് ഭാഗത്താണ് മലനാട് വരുന്നത്. തീരപ്രദേശം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ സൈഡ് അല്ലെ, കോസ്റ്റൽ ഏരിയ ആണ്. കടലിനോട് ചേർന്ന പ്രദേശമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഏത് ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളതെന്ന് പറഞ്ഞാൽ തീരപ്രദേശത്താണ് അല്ലെ. അത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഹൈ റേഞ്ചിൽ അല്ലെ ആൾ താമസം കുറവായിരിക്കും. തീരപ്രദേശത്തേക്ക് വരുമ്പോൾ ആൾ താമസം കൂടുതലാണ്. തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഇത് നമ്മൾ പലപ്പോഴും വാർത്തയിലൊക്കെ വരാറുള്ളതാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ. അപ്പോൾ തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4.5 ഡിഗ്രിയാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 4.5 ഡിഗ്രി. പുതിയ പോയിന്റ് ആയിരിക്കും, ചിലർക്ക് പുതിയ പോയിന്റ് ആയിരിക്കും ഇത്. കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി എത്ര ഡിഗ്രിയാണെന്ന്, അത് 2.5 ഡിഗ്രിയാണ് കേട്ടോ. 2.5 ഡിഗ്രി. കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് 2.5 ഡിഗ്രി. കേരളത്തിൻ്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 4.5 ഡിഗ്രി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല എന്ന് പറയുന്നത് മലനാടാണ്. മലനാട് 48% മലനാടാണ് കേരളത്തിൻ്റെ. അതായത് ഹൈ റേഞ്ചിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ മലനാട് എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഭൂമേഖല എന്ന് പറയുന്നത് മലനാടാണ്. മലനാട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം എന്ന് പറയുന്നത് ഇടനാടാണ്. ഇടനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി അധിവസിക്കുന്ന ആദിവാസി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഉള്ളാടൻ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് അല്ലേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി അധിവസിക്കുന്ന ആദിവാസി വിഭാഗം എന്ന് പറയുന്നത് ഉള്ളാടൻ എന്ന് പറയുന്ന ആദിവാസി വിഭാഗമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി എന്ന് പറയുന്നത് കാക്കയാണ് അല്ലേ. കാക്ക, സമയം വിളിച്ചറിയിക്കുന്ന പക്ഷി, ലോകത്തെല്ലായിടത്തുമുള്ള പക്ഷി, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് കാക്കയാണല്ലോ, കാക്ക. കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവാണ്. കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കിയാണ്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണെന്ന് പറയുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഇടനാട്ടിൽ മലനാട്, ഇടനാട്, തീരപ്രദേശം ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവിടെ ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. നിങ്ങളിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക.
ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 21. ഇത് ഈ ജനുവരിയിൽ ഇറങ്ങിയ പുസ്തകമാണ് കേട്ടോ. ഏറ്റവും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വിവരമാണ് ഈ തരുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 21 സ്ഥാനമാണ് കേരളത്തിൽ. എന്തിനാണ്? വിസ്തീർണത്തിലാണ് കേട്ടോ. വിസ്തീർണത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 21. കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ ഏത് വർഗത്തിൽപ്പെടുന്നു? അത് നെഗ്രീറ്റോ വർഗമാണ്. കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ എന്ന് പറയുന്നത്, അല്ലേ, ഏറ്റവും കേരളത്തിൽ ആദ്യം തൊട്ടേ പണ്ട് തൊട്ടേ ഉള്ള ഏറ്റവും പുരാതന നിവാസികൾ എന്ന് പറയുന്നത് നെഗ്രീറ്റോ വർഗമാണ്. കേരളത്തിലെ 3 വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്, അല്ലേ? നമ്മളിപ്പോൾ പലതവണ പറഞ്ഞു ഏതൊക്കെയാണ് 3. കേരള ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം, അല്ലേ? 48% മലനാടാണെന്ന് പറഞ്ഞു, അല്ലെ? 48% മലനാടാണ്. ഇടനാടെന്ന് പറയുന്നത് കേരളത്തിൻ്റെ എത്ര ശതമാനമാണ് ഇടനാടെന്നാണ് ചോദിക്കുന്നത്. ഇടനാട് 42% ഇടനാട്. പിന്നെ 10% തീരപ്രദേശം. ഈ തീരപ്രദേശത്താണ് ജനങ്ങൾ അധികവും താമസിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇനി തീരപ്രദേശത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് നെല്ലാണ്. തീരപ്രദേശത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് നെല്ലാണ്. കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം എത്രയെന്നൊരു ചോദ്യമുണ്ട്. അത് 900 മീറ്ററാണ്. 900 മീറ്റർ, അല്ലേ? കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്ററാണ്. കേരളത്തിലെ മലനാടിൻ്റെ ആണ് കേട്ടോ. കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്റർ. ഇടനാടിൻ്റെ ആകെ വിസ്തീർണം, ഇടനാടിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 16,230 കിലോമീറ്ററാണ്. ചതുരശ്ര കിലോമീറ്ററാണ്. 16,230 ചതുരശ്ര കിലോമീറ്റർ ഇടനാടിൻ്റെ ആകെ വിസ്തീർണമാണ്. ഇവിടെ പറഞ്ഞത് ആദ്യത്തെ ഈ പോയിന്റ് പറയുന്നത് എന്താണ്? കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്ററാണ്. മലനാടിൻ്റെ ശരാശരി ഉയരം. ഇവിടെ പറയുന്നത് ഇടനാടിൻ്റെ ആകെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? 16,230 ചതുരശ്ര കിലോമീറ്റർ ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? 250 അടി ഉയരമുള്ളത്, അല്ലേ? സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? 250 അടി ഉയരമുള്ളത്, അല്ലേ? 250 അടി ഉയരമുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കാം? മലനാട് എന്ന് വിളിക്കാം, അല്ലേ? സമുദ്രനിരപ്പിൽ നിന്നും 250 അടി ഉയരമുള്ള പ്രദേശങ്ങളെ നമ്മൾ മലനാടെന്ന് വിളിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും എത്ര അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് തീരപ്രദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 25, അല്ലേ? 25. സമുദ്രനിരപ്പിൽ നിന്നും എത്ര അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് തീരപ്രദേശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 25 അടി. ഇത് നമ്മുടെ 5ാം ക്ലാസ്സിലെ ഒരു പുസ്തകത്തിലെ ഇത് കറക്റ്റായിട്ട് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ആ ചാപ്റ്റർ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്ററാണ്, അതൊന്ന് നോക്കുക. അപ്പോൾ അതിൽ കുറേ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സെയിം ആണ്. മിക്കവാറും പരീക്ഷയ്ക്ക് ആ ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം ഏതാണ്? അത് ചോലനായ്ക്കന്മാരാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല, അല്ലേ? ഗുഹകളിലൊക്കെ ഇന്നത്തെ കാലത്ത് ഗുഹകളിൽ കഴിയാന്ന് പറഞ്ഞാലോ, അല്ലെ? ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗമാണ് ചോലനായ്ക്കന്മാർ. ഇപ്പോഴത്തെ ചൂടിൻ്റെ അവസ്ഥയിലൊക്കെ, അല്ലേ, എന്താണ്, അല്ലെ? AC ഒന്നും ഇല്ലാതെ പറ്റില്ല, അല്ലെ? കൂളറെങ്കിലും അറ്റ്ലീസ്റ്റ് വേണമെന്നുള്ള അവസ്ഥയാണ്, അല്ലേ? പക്ഷെ കാട്ടിൽ ഗുഹകളൊക്കെ ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗം എന്ന് പറയുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗം എന്ന് പറയുന്നത് മലനാടാണ്, അല്ലേ? അത് പിന്നെ ഉറപ്പായിരിക്കുമല്ലോ. മലനാട് എന്ന് പറയുന്ന ഹൈ റേഞ്ച് ഏരിയ ആണ്. അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗം എന്ന് പറയുന്നത് മലനാടായിരിക്കും. തേയില, ഏലം, കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം എന്ന് പറയുന്നത് മലനാടാണ്, അല്ലെ? നമുക്കറിയാമല്ലോ ഇടുക്കിയിൽ ഏലം കൃഷിയുണ്ട്, അതേപോലെ തേയിലയില്ലേ, കുരുമുളകില്ലേ. അപ്പോൾ ഹൈ റേഞ്ച് പ്രദേശത്ത് ഈ പറയുന്ന കൃഷിയൊക്കെ ഉണ്ട്. നമുക്കറിയാം, ഇതൊക്കെ ഊഹിച്ചാൽ കിട്ടും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗം എന്ന് പറയുന്നത് ഇടനാടാണ്. വിളവൈവിധ്യം, അല്ലെ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗം എന്ന് പറയുന്നത് ഇടനാടാണ്. വ്യത്യസ്ത ഇനങ്ങളൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെ? മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതിയാണ് പൂനം കൃഷിരീതി, അല്ലെ? പൂനം കൃഷി എന്നും പറയാറുണ്ടല്ലേ? പൂനം കൃഷി എന്നാണ് കൊടുത്തിട്ടുള്ളത്, പൂനം കൃഷി. അപ്പോൾ മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതിയാണ് പൂനം കൃഷി. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയർ വിഭാഗമാണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പലതവണയും ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ
ആദിവാസി വിഭാഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പണിയർ വിഭാഗം. ഇവിടെ പറഞ്ഞ എന്താണ്? കേരളത്തിലെ ഏക ആദിവാസി വർഗം അല്ലേ? എവിടെ? ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗമാണ് ചോലനായ്ക്കർ എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഇപ്പോൾ പറയുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം എന്ന് പറയുന്നത് പണിയറാണ്. അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ്. അത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിലെ ആവശ്യത്തിനാണ് അല്ലേ. അപ്പോൾ കോയമ്പത്തൂർ അവർ ആ ജലം ഉപയോഗിക്കുന്നത് എവിടത്തെയാണ്? നമ്മുടെ കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലമാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഏറ്റവും വ്യാപകമായി അനുഭവപ്പെടുന്നത് ഏത് ഭൂപ്രകൃതിയിലാണെന്നാണ്. കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ നമുക്കറിയാമല്ലോ, മഴക്കാലം വരുമ്പോൾ അല്ലേ എന്തോരം ദുരന്തങ്ങളാണ് നടക്കുന്നത് അല്ലേ. ഉരുൾപൊട്ടൽ അത് നമുക്ക് പഠിക്കാൻ. ഉരുൾപൊട്ടി ദുരന്തമുണ്ടായ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ PSC ചോദിക്കാറുണ്ട് അല്ലേ. ദുരന്ത നിവാരണം എന്നൊരു ടോപ്പിക്ക് തന്നെ നമുക്കുണ്ട്. അപ്പോൾ കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഏറ്റവും വ്യാപകമായി അനുഭവപ്പെടുന്നത് മലനാട്ടിലാണ് അല്ലേ. അത് നമുക്കറിയാമല്ലോ അല്ലെ. വയനാട്, അതേപോലെ ഇടുക്കി, ഹൈ റേഞ്ചിലാണ് ഇതുണ്ടാകുന്നത്. കേരളത്തിൽ എത്ര തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്? കേരളത്തിൽ 7 തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. 7 തരത്തിൽ. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടല് അറബിക്കടലാണ്. അറബിക്കടൽ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ എന്ന് പറയുന്നത് അറബിക്കടലാണ്. മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലനിര എന്ന് പറയുന്നത് പുരളിമലയാണ്. മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലനിര പുരളിമല. അത് നല്ലൊരു പോയിന്റാണ് അല്ലേ. മലബാറിലെ ആരവല്ലി, ഇതങ്ങനെ അധികം ആർക്കും അറിയണമെന്നില്ല ഈ ഒരു പോയിന്റ്. മലബാറിലെ ആരവല്ലി എന്നറിയപ്പെടുന്നത് ഏതാണ്? പുരളിമലയാണ്. നിങ്ങൾക്ക് ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് ഞാനെടുക്കുന്ന എഫർട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. കരിമണ്ണിലെ പ്രധാന വിള ഏതെന്നാണ് അടുത്ത ചോദ്യം. കരിമണ്ണിലെ പ്രധാന വിള എന്ന് പറയുന്നത് നെല്ലാണ് അല്ലേ. കരിമണ്ണിലെ പ്രധാന വിള നെല്ലാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏത് ഭാഗത്താണ് കേരളം? ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് അല്ലേ. നമുക്ക് ആ ഇന്ത്യയുടെ പിക്ചർ മനസ്സിലേക്ക് വരുമ്പോൾ അറിയാലോ. തെക്കെന്ന് പറയുന്നത് താഴെ ഭാഗത്തായിട്ട് വരല്ലേ. തെക്ക് പടിഞ്ഞാറായിട്ടാണ്, ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്ക് പടിഞ്ഞാറായിട്ടാണ് കേരളം വരിക. അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 5ആണ്. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 5ആണ്. കേരളത്തിലെ വാർഷിക ശരാശരി താപനില എന്ന് പറയുന്നത് 25 മുതൽ 27.5 ഡിഗ്രി വരെയാണ് അല്ലെ. ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയാണ് താപം. ഇപ്പം 30ഉം 40ഉം വരെയൊക്കെ വന്നു അല്ലേ. 40, 42 വരെയൊക്കെ വന്നു എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ തീക്ഷ്ണത അങ്ങ് പോകുന്ന നോക്കുക. എത്ര ചൂടാണിപ്പോൾ അല്ലേ. ഇത് ശരിക്കും കഴിഞ്ഞ ഇടവരെ ഉണ്ടായിരുന്നൊരു താപനിലയാണ് പറയുന്നത്. കേരളത്തിലെ വാർഷിക ശരാശരി താപനിലയാണ് പറയുന്നത് അല്ലേ. ഇതൊക്കെ കുറച്ചാൾ കഴിയുമ്പോൾ ഇനിയും മാറ്റപ്പെടും അല്ലേ. കേരളത്തിലെ വാർഷിക ശരാശരി താപനില എന്ന് പറയുന്നത് 25 മുതൽ 27.5 വരെ ഡിഗ്രി സെൽഷ്യസ് ആണ്. കേരളത്തിലെ വാർഷിക ശരാശരി താപനില 25 മുതൽ 27.5 വരെ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സാണ്. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. നിങ്ങൾക്ക് ഈ പോയിന്റുകളൊക്കെ, ഇതിൽ കുറേ പുതിയ പോയിന്റുകളുണ്ട്, ഒക്കെ പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.